ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സോന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ ഷാർജ റോള വരെ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഏട്ടനൊരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഞങ്ങളോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ കേൾക്കേണ്ട താമസം ഞങ്ങളും കൂടെ പോയതാണ്. അവിടേക്ക് പോകുന്ന വീഡിയോസൊന്നും ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ട് അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ റോൾ എത്തി കേട്ടോ. അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് 4:30ക്കാണ് ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് വരുന്നത്. അപ്പോൾ ഉള്ള ട്രാഫിക്കാണ് കേട്ടോ ഇത്. ഗൂഗിൾ മാപ്പിൽ 40 മിനിറ്റ് കാണിച്ചാലും ട്രാഫിക് കാരണം ഞങ്ങളിവിടെ എത്തിയത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഒരു 6 മണിയൊക്കെ ആയി ഞങ്ങൾ റാഷിദി എത്താനായിട്ട്. അതുകൊണ്ട് എന്താ കാറിലിരുന്ന് സൺസെറ്റ് കാണാനായി. അങ്ങനെ അതേ റാഷിദി എത്തി. ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. വീടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാന്ന്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കഫറ്റീരിയയിലേക്ക് കയറിയതാണ് കേട്ടോ. എവിടെയെങ്കിലും ചായ കുടിക്കാൻ കയറിയ ഇതാണ് കേട്ടോ അവസ്ഥ. ഏട്ടൻ ഫുള്ള് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. നമ്മള് പിന്നെ കൂടെ ഉള്ളവരല്ല, അങ്ങനെയാവും കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇതിനെ ചൊല്ലി നമ്മൾ അടിയാവാറുമുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ പുള്ളി അവിടുന്ന് ഫോൺ നോക്കി, ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങള് 2 ചായയും 3 സമൂസയും ഓർഡർ ആക്കി കേട്ടോ. ആരോഹിന് ചായ വേണ്ട പറഞ്ഞു. മെനു ഇങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് ഓരോ ഐറ്റംസ് കാണുക. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. അങ്ങനെ തോന്നിയാ പിന്നെ ഒന്നും ആലോചിക്കരുത്, വേഗം മെനു അങ്ങോട്ട് മാറ്റി വെക്കുക. ആരോഹിനോടൊന്ന് പോസ് ചെയ്യ്, നിന്റെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞതിനാണ് കേട്ടോ അവൻ ഈ കാണിക്കുന്നതെല്ലാം. അവന് പൊതുവെ വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നല്ല. പക്ഷെ ഇന്നെന്തോ ഭയങ്കരമായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. നിന്നിട്ടും ഇരുന്നിട്ടും എല്ലാം പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചൂട് ചായയും സമൂസയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മളെടുത്ത പല ഡിസിഷൻസ് തെറ്റായി പോയെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, അതുകൊണ്ടുണ്ടാവുന്ന ഡിപ്രഷൻ, അതൊന്നും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ. അതിനിടയ്ക്ക് പലരുടെയും കുത്തുവാക്കുകൾ നമുക്കുണ്ടാക്കുന്ന ട്രോമ അത് വളരെ വലുതായിരിക്കും. ലൈഫ് ലോങ് വേട്ടയാടാനുള്ളതായിരിക്കും. എന്റെ സാമർത്ഥ്യക്കുറവുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്താത്തതെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവരും പറയാതെ പറഞ്ഞവരും എല്ലാം എന്റെ ചുറ്റിലുണ്ട് കേട്ടോ. അവർക്കൊക്കെ അത് വെറും വാക്കു മാത്രം. എല്ലാവരുടെയും ലൈഫിൽ കാണും ഇതുപോലെയുള്ള വിഷമങ്ങളല്ലേ. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ആരെയും വാക്കുകൾ കൊണ്ട് പോലും ഉപദ്രവിക്കാതിരിക്കുക. പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ഇത് കേൾക്കുന്നത് നമ്മളാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന്. അപ്പൊ നമ്മുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാത്തതാവും. എന്റെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നേ. അപ്പൊ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നെസ്റ്റോന്ന് വീക്ക്ലി പർച്ചേസ് ചെയ്യാണ് ചെയ്യാറ്. ചിക്കനും ഫിഷൊക്കെ ഇതുപോലെ ഇവിടുന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. ചിക്കനും ഫിഷും ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവര് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് തരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ നമ്മളതൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി വീട്ടിലേക്കാണ് കേട്ടോ. ഇനി വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് ആണ്. 2 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് 1 ഇയർ ദേറെ ആയിരുന്നു താമസം. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ മിസ്സിംഗ് ആയിരുന്നു. കാര്യം അവിടെ എപ്പോഴും നല്ല ബിസിയാണ്. എത്ര രാത്രിയായാലും പുറത്ത് ആളുകളുണ്ടാവും. ഇവിടെ നേരെ തിരിച്ചാണ്, എപ്പോഴും സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇനി ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം. പിന്നെ നാളെ മൺഡേ അല്ലേ, എല്ലാവർക്കും പോകാനുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വീടെത്തിയപ്പോൾ മിറർ കണ്ടപ്പോൾ വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. മിറർ ക്ലീൻ അല്ല, അതെല്ലാ ദിവസവും ക്ലീൻ ആക്കിയാലും ഈവനിങ് ആകുമ്പോഴേക്കും ഇത് തന്നെ അവസ്ഥ. കാരണം ആരോഗ്യന്റെ ഫിംഗർ പ്രിന്റ്സ് എപ്പോഴും ആ മിററിന്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.